യഥാർത്ഥത്തിൽ മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ഒരു തെളിവെന്ന് പറയുന്നത് പോലീസ് 307 IPC പോലീസിന് യഥാർത്ഥത്തിൽ അതിനകത്ത് ചേർക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം 22/8/2022 ഗ്രീഷ്മ ഇതിൽ ഒരു വളരെ ഹെവി ഡോസ് ഓഫ് പാരസിറ്റമോൾ കലക്കിയത് ജ്യൂസാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അത് കലക്കി കൊടുത്ത് വധിക്കാനായിട്ടൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമം അത് ഷാരോൺ രാജ് ആ ജ്യൂസ് തുപ്പിക്കളഞ്ഞതുകൊണ്ട് കയ്പ് കാരണം അത് വിജയിച്ചില്ല. അത് കോടതിയിൽ വ്യക്തമായി മറ്റ് ഡിജിറ്റൽ എവിഡൻസിലൂടെയും അതുപോലെ മറ്റ് സാഹചര്യ തെളിവുകളിലൂടെയും വളരെ അസന്നിഗ്ധമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ആ 307 IPCയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രീവിയസ് ഒരു ആന്റിസിഡൻസ് ഈ പ്രതിക്കില്ല എന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളൊരു വാദമുഖം കൂടി കോടതി ഈ ജഡ്ജ്മെന്റിൽ അല്ല ഈ പ്രായത്തിന്റെ കാര്യം ഉന്നയിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉന്നയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പൊ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ മാത്രമേ അത് വേണ്ടി വരുന്നുള്ളൂ. തെളിവെടുക്കുന്ന സമയത്ത് പ്രതി കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ള സാഹചര്യത്തിലേക്ക് മാത്രമേ തെളിവ് കൊടുക്കേണ്ട കാര്യം വരുന്നുള്ളൂ. അത് ഏത് ക്രിമിനൽ കേസിലും അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഭാഗത്തെ പറ്റി അപ്പോൾ അങ്ങനെ ഒരു ചർച്ച വരികയോ ഒരു പരാമർശം ഉണ്ടാവുകയോ ചെയ്യാതിരുന്നത്. അല്ല, അദ്ദേഹം പ്രതിഭാഗത്തിനെ ഗുരുതരമായിട്ട് പ്രതിഭാഗം അഭിഭാഷകന്റെ സത്യസന്ധമായിട്ടുള്ള പ്രതിക്ക് വേണ്ടിയിട്ട് പ്രതിക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രതി വളരെ വിദഗ്ധമായിട്ട് അവിടെ അവതരിപ്പിച്ചതിന് ജഡ്ജ്മെന്റിൽ അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്തിനെ വളരെയധികം പ്രശംസിച്ചുകൊണ്ട് ആ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. അങ്ങനെ പ്രതിഭാഗത്തിനെ വിമർശിക്കുക ഒരിക്കലും ഉണ്ടായിട്ടില്ല അതിൽ. എന്നാൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ശിക്ഷ കുറയ്ക്കണമെന്ന സമയത്ത് ഒരു വാദം അവിടെ ഉണ്ടായപ്പോൾ അത് ഒരു നീതീകരിക്കാവുന്ന കൊലപാതകം മാത്രമാണ് എന്ന് പ്രതിഭാഗത്ത് നിന്നുള്ള ഒരു വാദം വന്നത് വളരെ അതിശയകരമായിട്ടും വിചിത്രമായിട്ടും അത്രയും കാലം കൊലപാതകം നടത്തിയിട്ടില്ല, അത് ഗ്രീഷ്മയ്ക്ക് പങ്കില്ല എന്ന് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാനായിട്ട് 201 പ്രകാരം ആർക്കും തന്നെ അതിനകത്ത് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടും സാഹചര്യങ്ങളുടെ തെളിവുകൾ കൊണ്ട് അത് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പറ്റിപ്പോയതാണെന്നും ഒരു നീതീകരിക്കാവുന്ന ഒരു കൊലപാതകം മാത്രമാണെന്ന് വാദിച്ചത് ഒരു വിചിത്രമായിട്ടുള്ള ഒരു വാദമാണെന്നുള്ള ഒരു പരാമർശവും അവിടെ തീർച്ചയായിട്ടും വിജയം. അതിന്റെ കാരണം കോടതി തന്നെ അവിടെ ഓപ്പൺ കോടതിയിൽ വിധിന്യായത്തിൽ വായിച്ചപ്പോൾ പറഞ്ഞു. അതായത് ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയിലും അല്ലെങ്കിൽ ഒരു നിയമത്തിലും സാഹചര്യ തെളിവുകൾ കൊണ്ട് വരുന്ന കേസുകളിൽ വധശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമവും ഇന്നുവരെ ഇല്ല സാധാരണ രീതിയിൽ. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്നത് വളരെ വിശ്വസനീയമായിട്ടുള്ള ഒരിക്കലും ഖണ്ഡിക്കപ്പെടാൻ കഴിയാത്ത തരത്തിൽ പ്രതിയിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്ന തെളിവുകൾ സാഹചര്യങ്ങളായിട്ട് വന്നു എങ്കിലും തീർച്ചയായിട്ടും വധശിക്ഷ കൊടുക്കാമെന്നുള്ള ഒരു റൂളിംഗ് ഉണ്ട്, അത് വിധിന്യായമുണ്ട്. അത് തീർച്ചയായിട്ടും അത് പ്രോസിക്യൂഷൻ കൊടുത്തിരുന്നു, അത് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു കോടതി.